എല്ലാ യുദ്ധക്കെടുതികളിൽ നിന്നും അള്ളാഹു ലോകരെ മുഴുവനും അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. ഇസ്രായേൽ ഇറാൻ യുദ്ധമുണ്ട്, അത് കണ്ടിട്ടാ അടിക്കട്ടെ, അങ്ങോട്ട് അടിക്കട്ടെ, ഇങ്ങനെ അടിക്കട്ടെ, രാവിലെ എത്ര എണ്ണം അവിടുന്ന് പോയി, ഇത്ര എണ്ണം ഇവിടുന്ന് പോയി എന്ന് പത്രം വായിച്ചിട്ട് കഥ പറയല്ല. യുദ്ധം ആരും ആഗ്രഹിക്കണ്ട, യുദ്ധം അത്ര നല്ലതല്ല. ലോകാവസാനം വരുമ്പോൾ മുസ്ലിം രാജ്യങ്ങൾ മുഴുവനും ഇല്ലാതാകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വലിയതാകുന്ന വിഷയങ്ങളും ഒക്കെ അവസാനം അതിലേക്ക് എത്തിപ്പെട്ടാൽ നമുക്ക് തന്നെയാണ് അത് തിരിച്ചടി. ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണെന്ത്? മുസ്ലിം രാജ്യങ്ങളുടേതാകുന്ന അധികാരങ്ങൾ മുഴുവനും ഇല്ലാതാകും. അവർ പാശ്ചാത്യരുടെ കളിപ്പാവകളായി മാറും. നമ്മളതിന് സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് സൗദി സന്ദർശനം നടത്തിയതും UAE സന്ദർശനം നടത്തിയതും അവിടെ കടന്ന് മുടിയാടിയതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് നബിതങ്ങളുടെ വാക്കും കൊണ്ട് പ്രത്യേകമാണ്. അവസാന കാലഘട്ടം വരുമ്പോൾ പാശ്ചാത്യരുടെ കളിപ്പാവകളായിട്ട് ആര് മാറും? മുസ്ലിം രാജ്യങ്ങൾ മാറും. ഒക്കെ തകർന്നടിയും, സാമ്പത്തികമായി എല്ലാ നിലയ്ക്കും ഇല്ലാതാകും. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, മറ്റൊരു വിഷയമായിട്ട് അതിലേക്ക് ഞാൻ സബ്ജക്റ്റ് കൊണ്ടുപോകുന്നില്ല. ഏതുമായിക്കട്ടെ, അതങ്ങനെ ഉണ്ടാകും. അതുകൊണ്ട് യുദ്ധം കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? യുദ്ധത്തെ കൊതിക്കണ്ട. യുദ്ധം ചെയ്തിട്ടുള്ള ഒരു രാജ്യവും ഇന്ന് വരെ സമാധാനം കൊണ്ടിട്ടില്ല, അത് മനസ്സിലാക്കണം. ഇറാഖ് നിങ്ങൾ കണ്ടില്ലേ, അമേരിക്ക വന്നുകൊണ്ട് ബോംബിട്ട് നശിപ്പിച്ചതാകുന്ന ഇറാഖിന്റെ രാജ്യം, അവിടെയുള്ളതാകുന്ന നാണയത്തൊട്ടുകളുടേതാകുന്ന അവസ്ഥ എന്താ? നമ്മുടെ രാജ്യത്തിൻ്റെതാകുന്ന വലിയ തുകകൾ, നമ്മുടെ രാജ്യത്തിൻ്റെ 1 രൂപ അവിടത്തെ സംബന്ധിച്ചിടത്തോളം 1500 രൂപകൾക്ക് മൂല്യം നിൽക്കുന്നതാണ്. 1 രൂപയ്ക്ക് 1500 രൂപ കിട്ടും. ആ രീതിയിലേക്ക് ഇറാഖിൻ്റെതാകുന്ന നഗരവീഥികൾ മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. എന്നാൽ ആ രാജ്യത്തെ നാണയത്തൊട്ട് കൊണ്ടുവന്ന മുമ്പ് പല സമയത്തും പല കാലഘട്ടത്തിലും മറ്റ് രാജ്യങ്ങളുടേതാകുന്ന മൂല്യങ്ങൾക്ക് ഉതകുന്ന വലിയ നോട്ടുകെട്ടുകൾ, ഡോളറുകൾക്ക് തത്തുല്യമാകുന്ന നിലയിലേക്ക് എത്തുമായിരുന്നു ഇറാഖിൻ്റെതാകുന്ന നാണയത്തൊട്ടുകൾ. ഇന്ന് ആ ദീനാറിനെന്നും ദിർഹമിനൊന്നും ഒരു വിലയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. എന്താ കാരണം? ആ രാജ്യത്തിനുണ്ടായതാകുന്ന ഏറ്റവും വലിയ ഭീകരാക്രമമാണ്, ആ രാജ്യത്തുണ്ടായ അരാജകത്വമാണ്. ഇനി തിരിച്ചു വരണമെങ്കിൽ എത്ര കാലം കഴിയും? ഇറാഖിൽ ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു, അതിന് മുമ്പത്തെ വർഷം പോയിട്ടുണ്ടായിരുന്നു. പോകുന്ന സമയത്തൊക്കെ നമ്മൾ കാണുമ്പോൾ വലിയ സംഭവങ്ങളൊന്നുമില്ല, പുറമേ നോക്കുമ്പോൾ നമ്മുടെ നാട് പോലെയൊക്കെ തന്നെ. എന്നാൽ കുറേ ഭാഗങ്ങൾ ഒറ്റപ്പെട്ടതാകുന്ന വിഷയങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ പൈസയ്ക്ക് മൂല്യം കുറഞ്ഞു പോയി, പൈസയുടെ മൂല്യം കുറഞ്ഞു പോയിട്ടുണ്ട്. എന്താ കാര്യം? ആ യുദ്ധത്തിൻ്റെതാകുന്ന പരിണിത ഫലങ്ങളാണ്. ഇതേ രീതിയിൽ തന്നെ നമ്മുടെ നാടും ഇല്ലെങ്കിൽ പരിസര നാടുകളും യുദ്ധത്തിലൂടെ എത്തിപ്പെടും. എല്ലാം തകിടം മറിയും. നമുക്ക് ഇന്ന് തന്നെ 1 രൂപ, നമ്മുടെ 1 രൂപയും സൗദിയിൽ എത്രയാണ് ഇപ്പം? 23 റിയാൽ അല്ലേ? 23 റിയാലാണ് സൗദിയിലെ 1 റിയാൽ എന്ന് പറയുന്നത്. നമ്മുടെ 23 രൂപയാകണം അവിടുത്തെ 1 റിയാലിൻ്റെ മൂല്യം. അപ്പോൾ നമ്മുടെ പൈസ കുറവാണിപ്പോൾ. ഒരു യുദ്ധം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് ഒരു യുദ്ധം കൂടി ഉണ്ടായാൽ ഇതൊന്നും കൂടി പോവുക, താറുമാറാകും. പിന്നെ നമ്മൾ 23 പകരം സൗദിയിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ കൊണ്ടുപോയി കൊടുക്കേണ്ടത് 50, 100, 150 കൊണ്ടുപോയി കൊടുത്തെങ്കിൽ മാത്രമേ 1 റിയാലിന് തത്തുല്യമാകുള്ളൂ. ഇതേപോലെ ഇറാഖിൻ്റെ നാണയത്തൊട്ടുകൾ മാറിയെന്നാണ് ഞാൻ പറയുന്നത്. 1000, 1500 രൂപയ്ക്കൊക്കെ എത്തിപ്പെട്ടു അവരുടേതാകുന്ന രാജ്യത്തിൻ്റെതാകുന്ന പൈസ, അവരുടെ രാജ്യത്തിൻ്റെതാകുന്ന ദീനാറ്. അത്രയും തരം താഴ്ന്ന അവസ്ഥയിലേക്ക് യുദ്ധത്തിൻ്റെ കെടുതികൾ മൂലം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മൂല്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, വളരെയേറെ പ്രയാസപ്പെടുന്നു. പട്ടിണി പാവങ്ങൾ അധികരിച്ചു. ഒരുപാട് പട്ടിണി കിടക്കുന്ന ആളുകൾ ബഗ്ദാദിൻ്റെ തെരുവോരങ്ങളിലും, അതുപോലെ ബഹുമാനപ്പെട്ടതാകുന്ന അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ അന്ത്യവിശ്രമം ചെയ്യുന്ന ഉമ്മു അബീദ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അത് ഇറാഖിൽ നിന്ന് ഒരുപാട് ദൂരെ പോകേണ്ടതാണ്. രാവിലെ യാത്ര ചെയ്താൽ ഏകദേശം വൈകിട്ടേ എത്തുള്ളൂ. 10, 400, 450 കിലോമീറ്റർ യാത്ര ചെയ്യണം. ആ പ്രദേശത്തൊക്കെ മുഴുവൻ പട്ടിണി പാവങ്ങളാണ്. പോകുമ്പോൾ നമ്മുടെ പൈസ തികയൂല, അത്രത്തോളം ആളുകൾ വന്ന് യാചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. യുദ്ധത്തിൻ്റെ കെടുതികൾ മൂലം അവിടെ അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകൾ എത്ര ആളുകളാണ് ആലോചിച്ച് നോക്കുക. അള്ളാഹു അവർക്കൊക്കെ സമാധാനം നൽകുമാറാവട്ടെ, ശാന്തി പ്രദാനം ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടി ദാറുന്നദിയിൽ വെച്ചുകൊണ്ട് യോഗം കൂടി. നജിദി വംശജനാകുന്ന ഒരു പ്രായം ചെന്ന മനുഷ്യന്റെ രൂപത്തിൽ ഇബ്ലീസ് അടക്കം വന്നുകൊണ്ട് അവിടെ വേഷപ്രച്ഛന്നനായി വന്നുകൊണ്ട് അവസാനം തീരുമാനം പറഞ്ഞു, നമുക്ക് ഇവിടെയുള്ളതാകുന്ന ഓരോ കബീലയിലുള്ളതാകുന്ന ചെറുപ്പക്കാരുടെ കൈവശം നല്ല ഒരു വാള് കൊടുത്തിട്ട് മുഹമ്മദിനെ വെട്ടിക്കൊല്ലാം. അതിനു മുമ്പ് പല അഭിപ്രായം വന്നു, മുഹമ്മദിനെ നാട് കടത്താം. അതിൻ്റെ മേലേക്ക് ഏകോപിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് പിശാച് മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് പറയുന്നത്, നജിദി വംശജനായ ഒരു പ്രായചെന്ന മനുഷ്യന്റെ കോലത്തിൽ വന്നിട്ടാണ് പറയുന്നത്, നമുക്ക് മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടി നല്ല ചെറുപ്പക്കാരെ, ഓരോ കബീലയിൽപ്പെട്ട ഗോത്രത്തിൽപ്പെട്ട ചെറുപ്പക്കാരുടെ കൈവശം മൂർച്ചയുള്ള വാള് കൊടുത്തിട്ട് മുഹമ്മദിന്റെ വീട് വളഞ്ഞ് കാത്തു നിന്നുകൊണ്ട് അവൻ പുറത്തിറങ്ങുമ്പോൾ അവനെ വെട്ടിക്കൊലപ്പെടുത്താം. എല്ലാവരും സമ്മതിച്ചു.
റബ്ബിന്റെ ഖളാ ആണ്, അങ്ങനെ തീരുമാനമാകട്ടെ. ആ തീരുമാനത്തിന്മേൽ ഉറച്ചവരെല്ലാവരും കൊല്ലാൻ വേണ്ടി ഒരുങ്ങി തയ്യാറാടുകയാണ്. അപ്പൊ അല്ലാഹു തന്നെ വഹി അറിയിച്ചു, വഇദ് യംകുറു ബിക്കല്ലദീന കഫറൂ ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. നബിയെ, തങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കണമെന്നും തങ്ങളെ ഇവിടെ ഇട്ടുകൊണ്ട് ഇല്ലായ്മ ചെയ്യണമെന്നും കൊന്നുകളയണമെന്നുമൊക്കെ പല തീരുമാനമായിക്കൊണ്ട് ആളുകൾ വരുന്നുണ്ട്. അവർ കൊല്ലാൻ വേണ്ടിയുള്ള തീരുമാനത്തിന്മേൽ അവരെല്ലാവരും ഉറച്ചിട്ട് ഇന്നെത്തും. തങ്ങൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ പലരെയും നേരത്തെ തന്നെ മക്കയിൽ നിന്ന് ഹബിഷയിലേക്ക്, എത്യോപ്യയിലേക്കും അതുപോലെ തന്നെ മദീനയിലേക്കും ഒക്കെ യാത്ര തിരിച്ചവരുണ്ട്. പല ആളുകൾ നേരത്തെ പലായനം തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴാണ് എനിക്ക് പോകേണ്ടത് എന്ന് പറഞ്ഞ് നബിതങ്ങളുടെ അടുക്കൽ വന്ന് അനുവാദം ചോദിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിതങ്ങൾ പറഞ്ഞു, അബൂബക്കറെ നീ ക്ഷമിക്ക്, ലഅല്ലല്ലാഹു യജഅലു ലക സാഹിബ, നിനക്ക് ചിലപ്പോൾ അള്ളാഹു ഒരു കൂട്ടുകാരനെ തരും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുതൽ മനസ്സിൽ വല്ലാത്ത കൊതിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സാഹിബ് ആരാവണം? ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആകണം. അങ്ങനെ അദ്ദേഹം അതിനുവേണ്ടി യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണ്. എപ്പോൾ പറഞ്ഞാലും പോകാൻ റെഡിയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹുവിന്റെ വീട്ടിൽ തന്റെ പുതപ്പിൽ പുതച്ച് കിടത്തിയിട്ട്, ചരിത്രം വിശാലമാണ്, ഞാൻ ചുരുക്കി പറയുന്നു. ഹിജ്റ എന്ന് പറയുന്നത് വിശാലമായി പറയേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അള്ളാഹു പറയുകയാണ് ഖുർആനിലൂടെ, വല്ലാഹു ഖൈറുൽ മാകിരീൻ. ചതിപ്രയോഗം നടത്തുന്നതായ ശത്രുക്കളോട് വലിയ കുതന്ത്രം പ്രയോഗിക്കുന്നവൻ അല്ലാഹു ആണ്, അല്ലാഹു ആണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉന്മൂലനം ചെയ്യാൻ കാത്തിരുന്നതായ മക്കയിലെ മുശ്രിക്കീങ്ങൾക്കിടയിൽ ഊരിപ്പിടിച്ച വാളുമായി പ്രവാചകന്റേതാകുന്ന ചെറിയതാകുന്ന കുടിലിന്റെ മുന്നിൽ ചുറ്റും വലയം തീർത്തതാകുന്ന മക്കയിലെ മുശ്രിക്കീങ്ങൾക്കിടയിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങുകയാണ്. ഒരൽപ്പം മണ്ണ് ഒരു കയ്യിലെടുത്തുകൊണ്ട് പ്രവാചകൻ എറിയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊണ്ടാണ് നബി തങ്ങൾ ഇറങ്ങുന്നത്. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. പരിശുദ്ധമായ ഖുർആനിന്റേതാകുന്ന ആയത്ത് ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മണ്ണെറിഞ്ഞുകൊണ്ട് പ്രവാചകൻ അവർക്കിടയിലൂടെ ശത്രുക്കളിലൂടെ നടക്കുകയാണ്. ഊരിപ്പിടിച്ച വാളുമായി നിലകൊള്ളുന്ന ശത്രുക്കൾ ഒരു വേള അവരുടെ ശരീരത്തിലേക്ക് പതിച്ചതാകുന്ന മൺതരികൾ അവരെന്ന് തടകുന്നു. കണ്ണുകൾ അവരെന്ന് ചിമ്മിയടക്കുന്ന നേരം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുകയാണ്. ഒരാൾക്കും അറിയാൻ സാധിച്ചില്ല, അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കുടിലിന് മുമ്പിൽ വന്ന് നിൽക്കുന്നു. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി മനോഹരമാകുന്ന യാത്രയ്ക്ക് കടമൊരുങ്ങുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. അബൂബക്കറെ പോകുവല്ലേ അബൂബക്കറെ. അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുമായിട്ട് നേരെ പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഗാർ സൗറിലേക്കാണ്. സൗറിൽ പോയി പരിശുദ്ധമായ എന്ന് ഞാൻ പറയാൻ കാരണം നബിതങ്ങൾ ഇരുന്നാൽ പിന്നെ പരിശുദ്ധം തന്നെയാണ്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് 700 അടി ഉയർച്ചയുള്ളതാകുന്ന ആ വലിയ മലയുടെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും തമ്പിടിച്ചു. 3 ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് സഫർ 27. ശരിക്കും മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ഹിജറിയുടെ കലണ്ടർ തുടങ്ങേണ്ടത് എന്നതാണ് സഫറിലാണ്. പക്ഷെ അങ്ങനെയല്ല, കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അന്നാണ്. പക്ഷെ മക്കത്ത് നിന്ന് പുറപ്പെടുന്നത് പിന്നീട്, ആ ഗുഹയിൽ നിന്ന് മക്കയിൽ നിന്ന് പിന്നീട് പുറപ്പെടുന്നുണ്ട്. ആ നാട്ടിൽ നിന്ന് പുറപ്പെടുന്നത് റബീഉൽ അവ്വൽ അല്ല മുഹറം 1-നാണ്. റബീഉൽ അവ്വൽ 1-നാണ്. റബീഉൽ അവ്വൽ 1-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പുറപ്പെട്ടു. സഫർ മുതലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടുവെങ്കിലും മുഹറം മുതലൊക്കെ കണക്കാക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന ഒരു മാസമാണ് മുഹറം. ആ മുഹറം മാസത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ കഴിഞ്ഞാൽ ശ്രേഷ്ഠവൽക്കരിച്ച ഏറ്റവും ശ്രേഷ്ഠമായ 4 മാസങ്ങളിൽ അവസാനത്തെ മാസമാണ് മുഹറം. അവസാനത്തെന്ന് പറഞ്ഞാൽ കണക്ക് പ്രകാരം ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം അങ്ങനെ. അതുകൊണ്ട് തന്നെ ആ മുഹറം മുതൽക്ക് തന്നെ തുടങ്ങട്ടെ. നബി തങ്ങളുടെ ഹിജ്റയോട് ചേർന്ന് നിൽക്കുന്നതാകുന്ന ആ മാസത്തു മുതൽക്ക് തന്നെ നമുക്ക് മാസം കണക്കാക്കാം. സ്വഹാബത്ത് ഏകോപിച്ചു.
അന്ന് മുതൽക്ക് ഹിജറയുടെ 17-ാം വർഷം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിന്റെ അധീനതയിൽ കൂടിയ കമ്മിറ്റിയാണ് തഖ്വീം ആദ്യമായിട്ടൊരു ഹിജറ കലണ്ടർ കൊണ്ടുവരുന്നത്, മുഹറം മാസത്തെ കണക്കാക്കിക്കൊണ്ട്. നമുക്കിത് 1446-ാമത്തെ ഹിജറ വർഷമാണ്. 1447-ലേക്ക് ഇതാ കടക്കാൻ പോവാണ്. 8 ദിവസം കൂടി കഴിയും. അള്ളാഹു ഒരു പുതുവത്സരം മനോഹരമായി ആചരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് നന്മ നിറഞ്ഞ മാസങ്ങളായി വർഷങ്ങളായി അള്ളാഹു നമ്മുടെ മാസത്തെ കബൂലാക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫർ മാസത്തിന്റെ 27-ാം തീയതി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. നേരെ 3 ദിവസം പോയി ഗാർ സൂറിൽ താമസിച്ചു. ചരിത്രം വിശാലമാണ്, ചുരുക്കി പറയുന്നു. അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഗാർ സൂറിനുള്ളിലേക്ക് കയറുമ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ പുറത്തു നിർത്തി. നബിയോട് പറഞ്ഞു, ഈ ഗുഹയ്ക്കുള്ളിലേക്ക് ഞാൻ കയറാം നബിയെ, എന്തെങ്കിലും ഇഴജന്തുക്കളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഉപദ്രവിച്ചോട്ടെ, ഹിംസ ജന്തുക്കൾ വല്ലതുമുണ്ടെങ്കിൽ എന്നെ പ്രയാസപ്പെടുത്തട്ടെ, തങ്ങൾക്ക് യാതൊരു ഉപദ്രവവും വരരുത്. എത്ര വലിയ സ്നേഹമാണ്! പ്രവാചക സ്നേഹത്തിന്റെ അടങ്ങാത്ത ആവേശമായി നമുക്ക് എന്നെന്നും നിലനിൽക്കുന്ന വ്യക്തിത്വമാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിനുള്ളിൽ കയറി എല്ലാ ദ്വാരങ്ങളും ബഹുമാനപ്പെട്ടവരുടെ ഒരു മേൽത്തട്ടം കൊണ്ട് പരിപൂർണമായി പഴുതുകളൊക്കെ അടച്ചു. അവസാനം 2 മിച്ചമുണ്ട്, ഒരെണ്ണമല്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം 2 ദ്വാരങ്ങൾ മിച്ചമുണ്ട്. ആ 2 ദ്വാരങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെതാകുന്ന കാലുകൾ ചേർത്തു വെച്ച് അദ്ദേഹം നിലകൊള്ളും. അപ്പോഴാണ് സർപ്പം വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലിൽ വന്നുകൊണ്ട് കൊത്തുന്നത്. വിശാലമാണ്, ഞാൻ ചുരുക്കുന്നു, ഇവിടൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട്. ഈ സർപ്പം ഏത് കാലത്തെയാണ് എന്തൊക്കെയാണെന്നൊക്കെ വിശദീകരിച്ച ഇമാമിങ്ങളുണ്ട്. ഏതുമായിക്കോട്ടെ, ഈ സർപ്പം വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ കാലിൽ വന്നുകൊണ്ട് കടിക്കുന്നു, കൊത്തുന്നു. ബഹുമാനപ്പെട്ടവർ വേദന കൊണ്ട് പൊളയുന്നു, വിഷം തീണ്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി കവിളുത്തടത്തിലൂടെ താടിരോമങ്ങളെ നനയിച്ചുകൊണ്ട് നബിതങ്ങളുടെ മുഖകമലത്തിലേക്ക് വീഴുന്നു. നബിതങ്ങൾ ചാടി എഴുന്നേറ്റ് ചോദിച്ചു, മാലക്കയ അബൂബക്കർ, അബൂബക്കറെ എന്ത് സംഭവിച്ചു നിനക്ക്? ലുദിഖ്തു യാ റസൂലല്ലാഹ്, എനിക്ക് പാമ്പിൻ്റെതാകുന്ന കൊത്തേറ്റിട്ടുണ്ട്, കടിയേറ്റിട്ടുണ്ട് ഹബീബേ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിതങ്ങളെ കാലിങ്ങോട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞു. തൻ്റെ നാവിനടിയിലേക്ക് വിരലെടുത്ത് മുസബ്ബിഹ വിരൽ ഇങ്ങനെ അവിടെ ചേർത്ത് വെച്ചിട്ട് നാവിനടിയിൽ നിന്ന് നല്ല ഉമനീരങ്ങോട്ട് എടുത്തുകൊണ്ട് ആ വിരലിൽ പുരട്ടി കൊടുത്തു. ഹദീസാണ് ഇതൊക്കെ. സെക്കൻഡ് ബൈ സെക്കൻഡിൽ വേദന ശമിച്ചു. ഇന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരമ്പരയിലുള്ളവർക്ക് വിഷം തീണ്ടില്ല എന്ന് പറയുന്നതാകുന്ന മഹത്തുക്കളുണ്ട്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ആ വലിയതാകുന്ന ബറക്കത്താണ് മുത്തുനബിയുടെ ഉമനീരിൻ്റെ ബറക്കത്ത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ വിഷം തീണ്ടതാകുന്ന ആ ഭാഗത്തിന് വിസനനാലിസം നിങ്ങൾ ഉമനീര് പുരട്ടിക്കൊടുത്തു. പരിപൂർണമായി രോഗശമനം, വേദന പരിപൂർണമായി ശമിച്ചു. 3 ദിവസം അതിനുള്ളിൽ കഴിഞ്ഞു. 3 ദിവസത്തേക്കുള്ള ഭക്ഷണങ്ങൾ കൃത്യമായി കൊണ്ടുവന്നു കൊടുത്തത് അസ്മാ ബിൻത് അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളാണ്. ഐഷ ബീവിയും അസ്മാ ബീവിയും കൂടി ഭക്ഷണം ഉണ്ടാക്കും. എന്നിട്ട് അസ്മായിന്റെ കയ്യിൽ കൊടുത്തുവിടും. അസ്മാ ബീവി ഇതുമായിട്ട് വരും. ഈ മലമുകളിൽ കയറി ഗാർ സൂറിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും. രാത്രിയിലാണ് വരിക. അസ്മാ പോയതും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയ സഞ്ചരിച്ചതാകുന്ന വഴിയിലൂടെ ആമിർ ബിൻ ഫുഹൈറ എന്ന് പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഒരു അടിമയുണ്ടായിരുന്നു. അദ്ദേഹം ആടുകളെ മുഴുവനും ഈ വഴികളിലൂടെ മേച്ചുകൊണ്ട് നടക്കും രാത്രിയിൽ. അതിനാ ഇവര് പോയ വഴിയിലുള്ള കാൽപാദങ്ങൾ പിന്തുടർന്നിട്ട് ഇനി ശത്രുക്കൾ അതുവഴി വരാതിരിക്കാൻ 100 കണക്കിന് ആടുകളെ ഇവര് പോയ വഴിയിലൂടെ ആടിനെങ്ങനെ മേയ്ക്കുക. അപ്പം മരുഭൂമിയിലൂടെ ഈ ആടിന്റെ കാൽപാദം കൂടി ചേർന്ന് വരുമ്പോഴത്തേക്കും മനുഷ്യന്റെ കാൽപാദം തിരിച്ചറിയാൻ പറ്റാതെ, ഇല്ലെങ്കിൽ കൗമ വേറെയാണ്. അമ്മാരാ കാൽപാദം നോക്കിയിട്ട് ഇവിടെ വരും. അങ്ങനെ വന്നല്ലോ. അവസാനം എവിടം വരെ വന്നു? ഈ ഗാർ സൂറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലെത്തി. യഥാർത്ഥത്തിൽ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് മദീനയിലേക്കാണ്. മദീനയോ മക്കയുടെ നേരെ വടക്ക് വശമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ബുദ്ധിപൂർവ്വം നേരെ ഇങ്ങോട്ട് പോയി തെക്ക് വശത്തേക്ക് പോയി. തെക്ക് ഭാഗത്താണ് ഏതുള്ളത്? ഈ ഗാർ സൂറുള്ളത്. അവരെ വഴിതെറ്റിക്കാനാണ്, റൂട്ട് മാറ്റി. ബുദ്ധിയുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളിൽ നിന്ന് അങ്ങോട്ട് ഓടി. ഈ ഭാഗത്തേക്ക് പോയിട്ട് പോലും ശത്രുക്കൾ തെക്കോട്ടും വന്നു. തെക്കോട്ട് വരെ മാത്രമല്ല, സമുദ്രനിരപ്പിൽ നിന്ന് 700 അടി ഉയർച്ചയുള്ളതാകുന്ന ഈ മലമുകളിൽ അവരും കയറി. അവസാന ഗാർ സൂറിൻ്റെതാകുന്ന മുന്നിലെത്തി. നോക്കുമ്പോൾ അവിടെ ചിലന്തി വല കെട്ടിയിട്ടുണ്ട്, മാടപ്രാവ് മുട്ടയിട്ടിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ കൊണ്ട് തന്നെ അവർ അതിലേക്ക് കുനിഞ്ഞു നോക്കിയില്ല എന്നുള്ളൂ. കാൽപെരുമാറ്റം ഇങ്ങനെ കാണാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശക്തമായൊരു ശ്വാസമോട് പുറത്തോട്ടിട്ടാൽ പുറത്ത് കേൾക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റും. ആ നിലയ്ക്കാണ് ഇന്ന് ഗാർ സൂറിൽ കയറിയിട്ടുള്ളവർ ആ ഗുഹ കാണുമ്പോൾ ആ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കും.
മനസ്സിലിങ്ങനെ മായാതെ മറയാതെ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മടിയിൽ കിടത്തിയിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയിലുള്ളതാകുന്ന 2 ദ്വാരങ്ങളിലേക്ക് കാല് ചേർത്ത് വെച്ച് കിടക്കുന്നതും ബഹുമാനപ്പെട്ടവർ ഇരിക്കുന്നതും അപ്പോൾ വന്നുകൊണ്ട് പാമ്പ് വന്നുകൊണ്ട് കടിക്കുന്നതും ആ സമയത്ത് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി പ്രവാചകന്റെ മുഖത്ത് വീഴുന്നതും നബി തങ്ങൾ എഴുന്നേൽക്കുന്നതും ഒക്കെ ആ ചിത്രങ്ങളും ചരിത്രമോളും ഒക്കെ അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഓർത്തുപോകും. അത്രയേറെ ചെറിയൊരു സ്പേസാണത്, വളരെ കുറഞ്ഞ ഒരു സ്ഥലം. പക്ഷേ അവിടെ മാടപ്രാവിനെ കൊണ്ടുവന്ന് മുട്ടയിടിച്ചു. മനുഷ്യവാസമുള്ള ഒരു സ്ഥലത്ത് മാടപ്രാവ് വന്നിരുന്ന് മുട്ടയിട്ട് അടയിരിക്കൂല. അതുപോലെ ചിലന്തികളെ കൊണ്ടുവന്ന് വല നെയ്യിച്ചു. ഒരു ചിലന്തി വല ഒരു മനുഷ്യൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലന്തി വല എന്തായാലും പൊട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ട് അവിടെ ഒരു മനുഷ്യനില്ല എന്ന് അങ്ങോട്ടൊന്ന് നോക്കൂ എന്ന് പറഞ്ഞ ശത്രുക്കളോട് പോലും ശത്രുവിൽ പെട്ടതാകുന്ന ആളുകൾ പറയുന്ന അവിടെ ഒരു മനുഷ്യനില്ല. കാരണം എന്താ, നോക്കൂ നിങ്ങൾ, വലിയൊരു ചിലന്തി വല കെട്ടിയിരിക്കുന്നുണ്ടില്ലേ, മനുഷ്യൻ കയറിയാണെങ്കിൽ എന്തായാലും ഇത് പൊട്ടിപ്പോകണ്ടേ എന്ന് പറയാൻ. നോക്കൂ, ലന്നുൽ ഹമാമ വലന്നുൽ അൻകബൂത് അലാ ഹജിരിൻ ലിതഹ്താത ബിൽ ഖൈറൈനി മുഅ്തദില. ഖുർആൻ പറയും, ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു പറയാൻ, മാടപ്രാവിനെ മുട്ടയിട്ടുകൊണ്ട് മാടപ്രാവ് കൊണ്ട് അടയിരുന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രാവിനെ കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണം നൽകി. ചിലന്തിയുടെ വല കൊണ്ട് മനുഷ്യനിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തട്ടിയാൽ ഇല്ലാതാകുന്നതാണ് എന്ത്, ചിലന്തിയുടെ വല. അതുകൊണ്ട് അല്ലാഹു സംരക്ഷണം നൽകി ആർക്ക്, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാക്കേണ്ട വലിയ പാഠാണ്. ഹിജറ നൽകുന്ന ഒരുപാട് പാഠങ്ങളിൽപ്പെട്ട ഒരു പാഠമാണെന്ത്, നമുക്ക് ശത്രുക്കൾ ഉണ്ടാകും, പക്ഷേ ശത്രുക്കൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അല്ലാഹ് നമ്മളോടുകൂടെ ഉണ്ടെങ്കിൽ. അല്ലാഹ് നമുക്ക് കാവൽ നൽകുന്നത് മാടപ്രാവിനെ കൊണ്ടും ചിലന്തിവല കൊണ്ടും ഒക്കെ ആയിരിക്കും. ചെറിയ കാര്യം, മനുഷ്യർ വലിയതാകുന്ന കോട്ടയ്ക്കുള്ളിലൊന്നും പോയി സാഹസിക്കണമെന്നില്ല. അള്ളാഹു സഹായം നൽകാൻ വിചാരിച്ചാൽ ചിലന്തി വല കൊണ്ട് കെട്ടിയിട്ട് നിനക്ക് സഹായം തരും. ഒരു വല ചെറുതായിട്ട് നെയ്തിട്ട് അതിനുള്ളിൽ അള്ളാഹു അഭയം കൊടുത്തു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റബ്ബിന്റെ സഹായം എന്ന് പറഞ്ഞാൽ വളരെ വലുതാ. അതിന് വലിയ കോട്ടയൊന്നും വേണമെന്നില്ല. വലിയ ബങ്കറുകൾ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ നെതന്യാഹുവും കൂട്ടരും പോയി ഇസ്രായേലിന്റെ നേതാക്കളൊക്കെ അതിനടിയിൽ പോയിട്ട് ഒളിച്ചിരിക്കാൻ. അതുപോലെ പോയി ബങ്കറുകൾ പോയി ഇരിക്കണമെന്നൊന്നുമില്ല. അള്ളാഹ് വിചാരിച്ചാൽ എവിടെയും സഹായം ഏത് മനുഷ്യനും എത്തിക്കും. ഫലസ്തീന മക്കൾക്ക് സംരക്ഷണം അള്ളാഹു കൊടുക്കും. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ യുദ്ധക്കെടുതികളിൽ നിന്നും അള്ളാഹു ലോകരെ മുഴുവനും അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. ഇസ്രായേൽ ഇറാൻ യുദ്ധമുണ്ട്, അത് കണ്ടിട്ടാ അടിക്കട്ടെ, അങ്ങോട്ട് അടിക്കട്ടെ, ഇങ്ങനെ അടിക്കട്ടെ. രാവിലെ എത്ര എണ്ണം അവിടുന്ന് പോയി, ഇത്ര എണ്ണം ഇവിടുന്ന് പോയി എന്ന് പത്രം വായിച്ചിട്ട് കഥ പറയല്ല. യുദ്ധം ആരും ആഗ്രഹിക്കണ്ട, യുദ്ധം അത്ര നല്ലതല്ല. ലോകാവസാനം വരുമ്പോൾ മുസ്ലിം രാജ്യങ്ങൾ മുഴുവനും ഇല്ലാതാകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വലിയതാകുന്ന വിഷയങ്ങളും ഒക്കെ അവസാനം അതിലേക്ക് എത്തിപ്പെട്ടാൽ നമുക്ക് തന്നെയാണ് അത് തിരിച്ചടി. ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണെന്ത്, മുസ്ലിം രാജ്യങ്ങളുടേതാകുന്ന അധികാരങ്ങൾ മുഴുവനും ഇല്ലാതാകും. അവർ പാശ്ചാത്യരുടെ കളിപ്പാവകളായി മാറും. നമ്മളതിന് സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് സൗദി സന്ദർശനം നടത്തിയതും UAE സന്ദർശനം നടത്തിയതും അവിടെ കിടന്ന് മുടിയാടിയതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് നബിതങ്ങളുടെ വാക്കും കൊണ്ട് പ്രത്യേകമാണ്. അവസാന കാലഘട്ടം വരുമ്പോൾ പാശ്ചാത്യരുടെ കളിപ്പാവകളായിട്ട് ആര് മാറും, മുസ്ലിം രാജ്യങ്ങൾ മാറും. ഒക്കെ തകർന്നടിയും, സാമ്പത്തികമായി എല്ലാ നിലയ്ക്കും ഇല്ലാതാകും. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, മറ്റൊരു വിഷയമായിട്ട് അതിലേക്ക് ഞാൻ സബ്ജക്റ്റ് കൊണ്ടുപോകുന്നില്ല. ഏതുമായിക്കട്ടെ, അതങ്ങനെ ഉണ്ടാകും. അതുകൊണ്ട് യുദ്ധം കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, യുദ്ധത്തെ കൊതിക്കണ്ട. യുദ്ധം ചെയ്തിട്ടുള്ള ഒരു രാജ്യവും ഇന്ന് വരെ സമാധാനം കൊണ്ടിട്ടില്ല, അത് മനസ്സിലാക്കണം. ഇറാഖ് നിങ്ങൾ കണ്ടില്ലേ, അമേരിക്ക വന്നുകൊണ്ട് ബോംബിട്ട് നശിപ്പിച്ചതാകുന്ന ഇറാഖിന്റെ രാജ്യം, അവിടെയുള്ളതാകുന്ന നാണയത്തൊട്ടുകളുടേതാകുന്ന അവസ്ഥ എന്താ? നമ്മുടെ രാജ്യത്തിൻ്റെതാകുന്ന വലിയ തുകകൾ, നമ്മുടെ രാജ്യത്തിൻ്റെ 1 രൂപ അവിടത്തെ സംബന്ധിച്ചിടത്തോളം 1500 രൂപകൾക്ക് മൂല്യം നിൽക്കുന്നതാണ്. 1 രൂപയ്ക്ക് 1500 രൂപ കിട്ടും. ആ രീതിയിലേക്ക് ഇറാഖിൻ്റെതാകുന്ന നഗരവീഥികൾ മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. എന്നാൽ ആ രാജ്യത്തെ നാണയത്തൊട്ട് കൊണ്ടുവന്ന മുമ്പ് പല സമയത്തും പല കാലഘട്ടത്തിലും മറ്റ് രാജ്യങ്ങളുടേതാകുന്ന മൂല്യങ്ങൾക്ക് ഉതകുന്ന വലിയ നോട്ടുകെട്ടുകൾ ഡോളറുകൾക്ക് തത്തുല്യമാകുന്ന നിലയിലേക്ക് എത്തുമായിരുന്നു ഇറാഖിൻ്റെതാകുന്ന നാണയത്തൊട്ടുകൾ. ഇന്ന് ആ ദീനാറിനെന്നും ദിർഹമിനൊന്നും ഒരു വിലയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. എന്താ കാരണം? ആ രാജ്യത്തിനുണ്ടായതാകുന്ന ഏറ്റവും വലിയ ഭീകരാക്രമമാണ്, ആ രാജ്യത്തുണ്ടായ അരാജകത്വമാണ്. ഇനി തിരിച്ചു വരണമെങ്കിൽ എത്ര കാലം കഴിയും? ഇറാഖിൽ ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു, അതിന് മുമ്പത്തെ വർഷം പോയിട്ടുണ്ടായിരുന്നു. പോകുന്ന സമയത്തൊക്കെ നമ്മൾ കാണുമ്പോൾ വലിയ സംഭവങ്ങളൊന്നുമില്ല. പുറമേ നോക്കുമ്പോൾ നമ്മുടെ നാട് പോലെയൊക്കെ തന്നെ. എന്നാൽ കുറേ ഭാഗങ്ങൾ ഒറ്റപ്പെട്ടതാകുന്ന വിഷയങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ പൈസയ്ക്ക് മൂല്യം കുറഞ്ഞു പോയി.
പൈസയുടെ മൂല്യം കുറഞ്ഞു പോയിട്ടുണ്ട്. എന്താ കാര്യം? ആ യുദ്ധത്തിൻ്റെതാകുന്ന പരിണിത ഫലങ്ങളാണ്. ഇതേ രീതിയിൽ തന്നെ നമ്മുടെ നാടും ഇല്ലെങ്കിൽ പരിസര നാടുകളും യുദ്ധത്തിലൂടെ എത്തിപ്പെടും. എല്ലാം തകിടം മറിയും. നമുക്ക് ഇന്ന് തന്നെ 1 രൂപ, നമ്മുടെ 1 രൂപയും സൗദിയിൽ എത്രയാണ് ഇപ്പം? 23 റിയാൽ അല്ലേ? 23 റിയാലാണ് സൗദിയിലെ 1 റിയാൽ എന്ന് പറയുന്നത്. നമ്മുടെ 23 രൂപയാകണം അവിടുത്തെ 1 റിയാലിൻ്റെ മൂല്യം. അപ്പോൾ നമ്മുടെ പൈസ കുറവാണിപ്പോൾ. ഒരു യുദ്ധം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് ഒരു യുദ്ധം കൂടി ഉണ്ടായാൽ ഇതൊന്നും കൂടി പോവുക, താറുമാറാവും. പിന്നെ നമ്മൾ 23 പകരം സൗദിയിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ കൊണ്ടുപോയി കൊടുക്കേണ്ടത് 50, 100, 150 കൊണ്ടുപോയി കൊടുത്തെങ്കിൽ മാത്രമേ 1 റിയാലിന് തത്തുല്യമാകുള്ളൂ. ഇതേപോലെ ഇറാഖിൻ്റെ നാണയത്തുട്ടുകൾ മാറിയെന്നാണ് ഞാൻ പറയുന്നത്. 1000, 1500 രൂപയ്ക്കൊക്കെ എത്തിപ്പെട്ടു അവരുടേതാകുന്ന രാജ്യത്തിൻ്റെതാകുന്ന പൈസ, അവരുടെ രാജ്യത്തിൻ്റെതാകുന്ന ദീനാർ. അത്രയും തരം താഴ്ന്ന അവസ്ഥയിലേക്ക് യുദ്ധത്തിൻ്റെ കെടുതികൾ മൂലം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കാൻ, മൂല്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, വളരെയേറെ പ്രയാസപ്പെടുന്നു. പട്ടിണി പാവങ്ങൾ അധികരിച്ചു. ഒരുപാട് പട്ടിണി കിടക്കുന്ന ആളുകൾ ബഗ്ദാദിൻ്റെ തെരുവോരങ്ങളിലും, അതുപോലെ ബഹുമാനപ്പെട്ടതാകുന്ന അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ അന്ത്യവിശ്രമം ചെയ്യുന്ന ഉമ്മു അബീദ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അത് ഇറാഖിൽ നിന്ന് ഒരുപാട് ദൂരെ പോകേണ്ടതാണ്. രാവിലെ യാത്ര ചെയ്താൽ ഏകദേശം വൈകിട്ടേ എത്തുള്ളൂ. 10, 400, 450 കിലോമീറ്റർ യാത്ര ചെയ്യണം. ആ പ്രദേശത്തൊക്കെ മുഴുവൻ പട്ടിണി പാവങ്ങളാണ്. പോകുമ്പോൾ നമ്മുടെ പൈസ തികയൂല, അത്രത്തോളം ആളുകൾ അത് യാചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. യുദ്ധത്തിൻ്റെ കെടുതികൾ മൂലം അവിടെ അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകൾ എത്ര ആളുകളാണ്.